ചേക്കിഴാർ പെരിയ പുരാണത്തിലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ശിവയോഗിയുടെ കഥയാണ് നാം ഇനി കാണാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രുദ്രപശുപതി നായനാർ എന്നാണ്. ഈ രുദ്രപശുപതി ആരെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടെ കാവ്യം രചിച്ചത് സുന്ദരമൂർത്തി നായനാരാണ്. അദ്ദേഹത്തിൻ്റെ തിരുത്തൊണ്ടത്തുകയിൽ ശ്രീ രുദ്രപശുപതി നായനാരെ കുറിച്ചിട്ട് ഇങ്ങനെ പാടുന്നു: ശ്രീരുദ്രം ജപിച്ചിട്ട് രുദ്രത്വം പ്രാപിച്ചോനാം രുദ്രപശുപതി സ്വാമികൾക്ക് അടിമ ഞാൻ. എങ്ങനെയാണ് രുദ്രപശുപതി എന്ന പേര് വന്നത്? അദ്ദേഹത്തിൻ്റെ പേര് പശുപതി എന്നായിരുന്നു. പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങിയത് രുദ്രപശുപതി എന്നാണ്. എന്താണ് അതിന് കാരണം? ശ്രീരുദ്രം ജപിച്ചിട്ട് രുദ്രത്വം പ്രാപിച്ചോനാം രുദ്രപശുപതി. അപ്പോൾ ശ്രീരുദ്രം 3 സന്ധ്യകളിലും ജപിച്ചിട്ട് രുദ്രത്വം പ്രാപിച്ചു, രുദ്രനായി തീർന്നു, ശിവനായി തീർന്നു. അപ്പോൾ രുദ്രത്വം പ്രാപിച്ച ആ രുദ്രനെ ഞാൻ ഇതാ ആരാധിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അടിമയാണ് ഞാൻ എന്നാണ് സുന്ദരമൂർത്തി നായനാർ പറയുന്നത്. അപ്പോൾ ശ്രീരുദ്രത്തിൻ്റെ മഹത്വം, ശ്രീരുദ്രം ഒന്നുകൊണ്ട് മാത്രം ഒരാൾക്ക് രുദ്രപദവിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. രുദ്രപദവി എന്നുള്ള ശിവപദവിയാണ്. ശിവപദവിയിൽ ആർക്കും എത്തിച്ചേരാം. ശ്രീരുദ്രം വേണ്ടതുപോലെ വേണ്ട തരത്തിൽ ജപിച്ചാൽ. അപ്പോൾ അത്രയ്ക്ക് മഹാത്മ്യമുള്ളതാണ് ശ്രീരുദ്രം എന്നാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. കോടിക്കണക്കിനുള്ള മന്ത്രങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ശ്രീരുദ്രമാണ്. 3 വേദങ്ങളുടെയും, അതായത് ഋക്ക്, യജുർ, സാമ, നടുവിൽ വരുന്ന യജുർവേദത്തിൻ്റെ മധ്യഭാഗത്ത് വിളങ്ങുന്ന രുദ്രസൂക്തങ്ങളുടെ ഹൃദയമായി പഞ്ചാക്ഷരി മന്ത്രം വിലസുന്നു. പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ മധ്യത്തിൽ ശിവ എന്ന ശ്രേഷ്ഠമായ അക്ഷരദ്വയവും വിളങ്ങുന്നു. അതുകൊണ്ട് തന്നെ വേദങ്ങളുടെ ഹൃദയം എന്ന് ശ്രീരുദ്രം വാഴ്ത്തപ്പെടുന്നു. അപ്പോൾ വേദങ്ങളുടെ ഹൃദയമാണ് ശ്രീരുദ്രം. ശ്രീരുദ്രത്തിലാണ് നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം. ആ പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ നടുവിൽ ശിവ എന്ന 2 അക്ഷരമുണ്ട്. അപ്പോൾ ശ്രീരുദ്രം ജപിക്കാൻ കഴിയാത്തവർക്ക് ശിവ എന്ന ആ അക്ഷരദ്വയം ജപിച്ചാൽ മതി. ശ്രീരുദ്രം ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിലെ പഞ്ചാക്ഷരി മന്ത്രമായ നമഃശിവായ ജപിക്കുക. നമഃശിവായ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ 2 അക്ഷരം നിരന്തരം ജപിക്കുക. മധ്യത്തിലുള്ള പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ മധ്യത്തിലുള്ള ശിവ എന്നീ 2 അക്ഷരങ്ങൾ ജപിച്ചാലും മതി. അപ്പോൾ ശിവ എന്ന അക്ഷരദ്വയം ജപിക്കുന്നത് ശ്രീരുദ്രം ജപിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ശ്രീരുദ്രം ജപിക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. കാരണം ശ്രീരുദ്രത്തിൻ്റെ ഹൃദയഭാഗമാണ് ഈ പഞ്ചാക്ഷരി മന്ത്രം എന്നോർക്കുക. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. യജുർവേദത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ ശ്രീരുദ്രം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ശ്രീരുദ്രം വേദപുരുഷനായ പരമശിവൻ്റെ കണ്ണുകളായും പഞ്ചാക്ഷരി മന്ത്രം കണ്ണിലെ കൃഷ്ണമണിയായും കണക്കാക്കപ്പെടുന്നു. അതിനാൽ എല്ലാ യാഗങ്ങളിലും ഹോമങ്ങളിലും ശ്രീരുദ്രത്തിന് ഉത്തമ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നു. ഭസ്മരുദ്രാക്ഷങ്ങൾ അണിഞ്ഞ് ശ്രീ ശതരുദ്രീയ ജപം നടത്തിയാൽ മഹാദേവന് ഭക്തിയോടെ അഭിഷേകം ചെയ്യുന്നവൻ്റെ 21 തലമുറകൾക്കും ശിവലോകം പ്രാപിക്കാൻ കഴിയുന്നു. അപ്പോൾ ശതരുദ്രീയം ആരാണോ നിരന്തരം 3 സന്ധ്യകളിലും ജപിക്കുന്നത് അവർക്ക് ശിവലോകം പ്രാപിക്കാൻ കഴിയും. അങ്ങനെ ശതരുദ്രീയ ജപമാഹാത്മ്യത്തെ കുറിക്കുന്ന ഈ ഭക്തചരിതം കേൾക്കുന്നത് തന്നെ
പുണ്യമാണ്. ശതരുദ്രിയം ജപിച്ച അതേ ഫലം ശതരുദ്രീയ ജപത്തിലൂടെ മോക്ഷം നേടിയ രുദ്രപശുപതിയുടെ കഥ കേൾക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാവേരി നദിയാൽ പരിപോഷിതമായ ചോഴ നാട്ടിലെ ഒരു വിശിഷ്ട നഗരിയാണ് തിരുത്തലയ്യൂർ. സമ്പുഷ്ടമായ വയലേലകളും ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ തോപ്പുകളും ശുദ്ധജലാശയങ്ങൾ നിറഞ്ഞ ആ ദേശത്തെ ജനങ്ങൾ സംസ്കാര സമ്പന്നരും ഉദാരമനസ്കരും ധർമ്മിഷ്ഠരുമായിരുന്നു. അവിടെ പുഷ്പങ്ങൾ ഇടതിങ്ങി നിറഞ്ഞ തോട്ടങ്ങളിൽ തേൻ നിറഞ്ഞ പൂക്കളിൽ നിന്ന് തേൻ നുകരാൻ വണ്ടുകളും ചിത്രശലഭങ്ങളും പാറിപ്പറന്ന് നടക്കുമായിരുന്നു. നടനമാടുന്ന ദേവനുള്ള പൂജയ്ക്കായി ഗോക്കൾ 5 മടങ്ങ് പാലധികം ചുരത്തി ബ്രാഹ്മണന്മാരുടെ യാഗാഗ്നിയിൽ നിന്നുവരുന്ന ധൂമപടലങ്ങൾ ആകാശം മുട്ടെ ഉയരുകയും ചെയ്തിരുന്നു. അവിടെ വേദപണ്ഡിതന്മാരായ ബ്രാഹ്മണരുടെ കുലത്തിലാണ് ധർമ്മിഷ്ഠനായ പശുപതി പിറന്നത്. പാർവതീപതിയായ ഭഗവാനെ അത്യധികം ഭക്തിയോടെ അദ്ദേഹം ആരാധിച്ചിരുന്നു. ഹൃദയം നിറഞ്ഞൊഴുകുന്ന പ്രേമത്തോടെ ശ്രീരുദ്രം ജപിച്ചുകൊണ്ട് വിഷ്ണുവിന് പോലും കണ്ടെത്താൻ കഴിയാതിരുന്ന ശിവപാദപത്മങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പരമേശ്വരനെ അദ്ദേഹം നിരന്തരം സ്തുതിച്ചുകൊണ്ട് ഈ ശതരുദ്രീയം പാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 3 സന്ധ്യകളിലും ആ വേദവിധി പ്രകാരം അദ്ദേഹം ശതരുദ്രീയം ചൊല്ലും. അത് ചൊല്ലുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ദിവസവും ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് താമരവള്ളികളിലൂടെ നീന്തിത്തുടിക്കുന്ന മീനുകളുടെ ചലനം കൊണ്ട് ഇടയ്ക്കിടെ തലപൊക്കുന്ന താമരമുട്ടുകളോട് കൂടിയ ജലാശയത്തിൽ പശുപതിയാർ കുളിക്കാൻ പോകും. അതിലെ കുളിർമയുള്ള ജലത്തിൽ കഴുത്തറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ട് തലയ്ക്ക് മുകളിൽ കൈകൾ കൂപ്പി ഭക്തി നിർഭരനായി സ്ഫുടമായ ഉച്ചാരണത്തോടെ ശ്രീരുദ്രം ചൊല്ലും. ഇങ്ങനെ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായം സന്ധ്യയിലും മുടങ്ങാതെ ചെയ്ത അദ്ദേഹത്തിൻ്റെ ശതരുദ്രീയ ജപം കേട്ട് 3 യോജന ചുറ്റളവിലുള്ള നീചകുലത്തിൽ പിറന്നവർ പോലും പാപങ്ങളിൽ നിന്ന് മുക്തി നേടി എന്നാണ് ചേക്കിഴാസ്വാമികൾ പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് നോക്കാം. പശുപതിയാർ എങ്ങനെയാണ് ശതരുദ്രീയം ജപിച്ചിരുന്നത് എന്ന് ചേക്കിഴാർ വ്യക്തമാക്കുന്നു. തെള്ളുതൻ പുനൽ കഴുത്തളവായുടൈ ചെറിയ ഉള്ളുറപ്പുക്ക് നിന്റെ കൈ ഉച്ചിമേൽ കവിഞ്ഞത് തള്ളുവെണ്ടിരെ കങ്കൈ നീർ തുമ്പിയ ചടയ്യാർ കൊള്ളും അൻപിനിൽ ഉരുത്തിരുങ്കരപ്പൊടു പൈൻറ്റാർ എന്ന മട്ടിലാണ് അദ്ദേഹം ജപിച്ചിരുന്നത്. അതായത് നമ്മൾ നേരത്തെ അതിൻ്റെ അർത്ഥം പറഞ്ഞതാണ്. കുളിർമയുള്ള ജലത്തിൽ കഴുത്തറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ട് തലയ്ക്ക് മുകളിൽ കൈകൾ കൂപ്പി ഭക്തി നിർഭരനായി സ്ഫുടമായ ഉച്ചാരണത്തോടെ ശ്രീരുദ്രം ചൊല്ലിക്കൊണ്ടിരുന്നു എന്നാണ് ചേക്കിഴാസ്വാമികൾ പറയുന്നത്. അങ്ങനെ 3 യോജന ചുറ്റളവിലുള്ള നീചകുലത്തിൽ പിറന്നവർ പോലും പാപങ്ങളിൽ നിന്ന് മുക്തി നേടിയപ്പോൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടാനും കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാനും ശതരുദ്രീയാലാപനം കൊണ്ട് കഴിയും. ഇങ്ങനെ രുദ്രജപം ചെയ്ത് സാക്ഷാൽ ബ്രഹ്മദേവനെ പോലെ ശോഭിച്ച അദ്ദേഹത്തിന് ശ്രീരുദ്ര പശുപതി എന്ന് എല്ലാ ജനങ്ങളും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പശുപതി ശ്രീരുദ്ര പശുപതിയായി മാറി. തുമ്പപ്പൂ, വില്ലുദളം, എള്ള്, അക്ഷതം, ദർഭ, കൊന്നപ്പൂക്കൾ ഇവ കൊണ്ട് രുദ്രീയ ജപത്തോടെ ശിവപൂജ ചെയ്തിരുന്ന അദ്ദേഹത്തിന് അണിമ തുടങ്ങിയ അഷ്ടൈശ്വര്യ സിദ്ധികളും ലഭിച്ചിരുന്നു. പക്ഷെ അവയെല്ലാം അദ്ദേഹം തൃണവൽഗണിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ചെയ്യുന്ന ഓരോ പുഷ്പാർച്ചനയും ഭഗവാന്റെ ശിരസിലാണ് ചെന്ന് പതിച്ചിരുന്നതെന്ന് നന്ദികേശ്വരൻ കണ്ട് അതിനെ ബഹുമാനിക്കുന്നുണ്ട്. ഇങ്ങനെ നിത്യവും ഭക്തി കൊണ്ട് ഉരുകിക്കൊണ്ടും സ്ഫുടമായും ശാസ്ത്രവിധി പ്രകാരം രുദ്രജപം ചെയ്ത് വിഷയവിരക്തിയോടെ മഹത്വമേറിയ നിലയിൽ ജീവിതം നയിച്ച ആ
ഭക്തി ചൂടാമണിയിൽ ഭഗവാൻ സന്തുഷ്ടനായി അനുഗ്രഹം ചൊരിഞ്ഞു. ഹൃദയം നിറഞ്ഞൊഴുകുന്ന ഭക്തിയോടെ ചെയ്ത ശ്രീരുദ്ര ജപമാഹാത്മ്യം കൊണ്ട് ഭഗവത് കൃപയ്ക്ക് പാത്രമായി ആ ഭക്തൻ ഭഗവത് പാദങ്ങളിൽ എന്നേക്കുമായി സ്ഥാനം പിടിച്ചു. ഇതാണ് ശതരുദ്രീയം ചൊല്ലിയ ആ ശതരുദ്ര പശുപതിയുടെ കഥ. ആ രുദ്രപശുപതി നയനാർ അങ്ങനെ ശിവലോകം പ്രാപിക്കുന്നു ശതരുദ്രീയ സാധനയിലൂടെ. അപ്പോൾ ഏറ്റവും വലിയ സാധനയാണ്, എല്ലാ മന്ത്രങ്ങളുടെയും മന്ത്രമാണ്, മന്ത്രങ്ങളുടെ രാജാവ് എന്ന് പറയാവുന്ന മന്ത്രമാണ് ശതരുദ്രീയം. ഈ ശ്രീരുദ്രം ജപിച്ചുകൊണ്ട് തന്നെ ഒരാൾക്ക് ശ്രീരുദ്രനായി തീരാൻ കഴിയും. അതാണ് സുന്ദരമൂർത്തി നായനാർ തിരുത്തൊണ്ടത്തൊകയിൽ പറയുന്നത്. ശ്രീരുദ്രൻ ജപിച്ചതുകൊണ്ട് മാത്രം പശുപതി ശ്രീരുദ്ര പശുപതി നായനാരായി പ്രശോഭിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രങ്ങളുടെ വച്ച് മന്ത്രങ്ങളാണ് ശതരുദ്രീയം എന്നോർക്കുക. അത് ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കേൾക്കുക ചെയ്താൽ മാത്രം മതി. ഇവിടെ തന്നെ പറയുന്നുണ്ട്, 3 യോജന ദൂരെയുള്ളവർക്ക് പോലും ഈ ശതരുദ്രീയ ജപത്തിൻ്റെ ശബ്ദം കേട്ട് തന്നെ അവരുടെ പാപങ്ങളെല്ലാം നശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ശതരുദ്രീയം എവിടെയാണോ ജപിക്കുന്നത് അവിടെ അത് കേൾക്കാൻ പോയാൽ മതി. അത് കേൾക്കുന്നത് തന്നെ മഹാപുണ്യമാണ്. നമുക്ക് അങ്ങനെ കേൾക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ആ അനുഭൂതി മനസ്സിലാക്കാൻ കഴിയും. ശതരുദ്രീയ സാധന നടക്കുന്നിടത്ത് നാം ചെല്ലുകയും ആ ശതരുദ്രീയം കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആ മഹത്തായ പരിവർത്തനം നമുക്ക് അപ്പോൾ തന്നെ ബോധ്യപ്പെടും. അതിൻ്റെ അർത്ഥവും കൂടി മനസ്സിലാക്കിയാൽ അത് വളരെ ശ്രേഷ്ഠമായ ഒരു സാധനയാണ്. ഇതിലൂടെ ഒരു സാധകൻ ശ്രീരുദ്രനായി മാറുന്നു. ഇതാണ് ഈ കഥയിലൂടെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഓം ശിവായ നമഃ.